അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് പ്രിയപ്പെട്ടവരെ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സുഖത്തിനും സമാധാനത്തിനും സന്തോഷത്തിനും ഹൈറും ബർക്കത്തും നിറഞ്ഞ, മനസ്സമാധാനം നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് ഞാൻ അടിപൊളി ടേസ്റ്റിലുള്ള തനി നാടൻ സ്റ്റൈലുള്ള കേരള സ്റ്റൈലിൽ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അതായത് മാങ്ങ ഇട്ട് തേങ്ങ അരച്ച് വെക്കുന്ന ഒരു മീൻ കറി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മീൻ കറിയാണല്ലേ ഇത്. അതുമാത്രമല്ല, ഈ മീൻ കറിയുടെ മണം ഇങ്ങനെ കുമ്മുകുമാന്ന് അടിക്കുമ്പോൾ തന്നെ നമുക്ക് ചോറ് വെച്ച് കറിയൊന്നും ഒഴിക്കണമെന്നില്ല, അല്ലാതെ തന്നെ ചോറ് തന്നെ ഇറങ്ങിപ്പോകും കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റുള്ള ഈ മീൻ കറി എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. എല്ലാവരും ഒന്ന് സേവ് ചെയ്ത് വെച്ചോട്ടോ. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രൂപത്തിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രൂപത്തിലാണ്. അപ്പോൾ ഈ മീൻകറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ഇത് മറ്റുള്ളവർക്കും, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കൂട്ടുകാർക്കും സുഹൃത്തുക്കൾ എല്ലാവർക്കും നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അവർക്ക് എല്ലാവർക്കും നമുക്ക് ഉപകാരപ്പെട്ടില്ല, അവർക്കെങ്കിലും ഉപകാരപ്പെടുന്ന രൂപത്തിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഇതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു. ചട്ടി ചൂടായി വന്നപ്പോഴത്തേക്കും അതിനകത്തൊക്കെ ഒരു ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിലല്ല, വെളിച്ചെണ്ണ. കുക്കിംഗ് ഓയിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കുക എന്ന് പറയുന്നില്ല, വെളിച്ചെണ്ണ മാത്രം യൂസ് ചെയ്താലാണ് നമ്മുടെ കറിക്ക് തനി നാടൻ കേരള സ്റ്റൈലിലുള്ള മീൻ കറി തയ്യാറാക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് എപ്പോഴും കുക്കിംഗ് ഓയിലായിട്ട് ഉപയോഗിക്കാം. നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന ഭക്ഷണത്തിന് എപ്പോഴും വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഏത് കറി ഉണ്ടാക്കുകയാണെങ്കിലും. അതേപോലെ തന്നെ നമ്മൾ വറുത്തതും പൊരിച്ചതൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. നമ്മുടെ കേരളത്തിൻ്റെ തനി നാടൻ രുചിയിലായിരിക്കും നമ്മുടെ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക വെളിച്ചെണ്ണ ചേർത്താൽ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വെളിച്ചെണ്ണയിൽ ഉപയോഗിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഇപ്പം വേപ്പില ഇട്ടു, പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. അത് നല്ലതുപോലെ മൊരിഞ്ഞ് നല്ല പച്ച ചുവയൊക്കെ മാറി വന്നപ്പോഴത്തേക്കും അരപ്പൊഴിച്ചു. അരപ്പ് തയ്യാറാക്കിയത് എങ്ങനെയാണെന്നറിയോ? അതിനകത്ത് തേങ്ങ, മഞ്ഞൾപ്പൊടി, പിന്നെ കുഞ്ഞുള്ളി, ഒരു 5-6 കുഞ്ഞുള്ളിയും കൂടി ചേർത്തു. പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഇട്ടു. പിന്നെ കാശ്മീരി മുളക് പൊടി, സാദാ എരിവിനുള്ള മുളക് പൊടി, ആവശ്യത്തിന് അവരവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള എരിവും പുളിയും ഉപ്പും ചേർക്കാം കേട്ടോ. എല്ലാം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കുന്ന മെത്തേഡ് മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ അളവുകളൊക്കെ അവരവർക്ക് ആവശ്യമുള്ള, നമ്മുടെ വീട്ടിൽ എത്ര ക്വാണ്ടിറ്റി, എത്ര അളവ് വേണം, നമ്മുടെ വീട്ടിൽ എത്ര അംഗസംഖ്യ ഉണ്ട്, അവർക്കനുസരിച്ചാണല്ലോ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ അതിനകത്ത് ചേർക്കുന്ന ചേരുവകളൊക്കെ ഇപ്പോൾ ഒരു തേങ്ങ ചേർക്കുമ്പോൾ അതിനകത്ത് 2 ടേബിൾ സ്പൂൺ, നമ്മൾ സാധാ 1 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നതെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർക്കണം. അങ്ങനെയാണ് നമ്മൾ ഓരോ സാധനത്തിനും അളവ് തിട്ടപ്പെടുത്തുന്നത് അല്ലേ. അല്ലാതെ നമ്മൾ ഒരാൾ പറഞ്ഞ അളവ് കൊണ്ടൊന്നും നമുക്കൊരിക്കലും ഉണ്ടാക്കാൻ പറ്റത്തില്ല. നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള അളവിൽ വേണം നമ്മൾ പാചകം ചെയ്യാനായിട്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും വീഡിയോയിലേക്ക് പോവാം. അപ്പം അരപ്പൊക്കെ ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കേട്ടോ. ഇതിനകത്ത് ഞാൻ ചേർക്കുന്നത് നല്ല പച്ച മാങ്ങ കേട്ടോ. ഞങ്ങളുടെ പറമ്പിൽ ഉണ്ടായ മാങ്ങയാണ്. ഞാൻ അധികവും ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നതിൽ എൻ്റെ വേപ്പില, പച്ചമുളക്, പിന്നെ ഇപ്പം അരച്ചിരിക്കുന്ന എരിവിനുള്ള മുളക്, കാശ്മീരി മുളക് പൊടി മാത്രം വാങ്ങിച്ചിട്ടുള്ള, മഞ്ഞൾപ്പൊടിയും. ബാക്കി ഞാനിവിടെ തന്നെ ഞാൻ ഉണ്ടാക്കിയത്. മാങ്ങ ഞങ്ങൾ നാട്ടുമാവല്ല കേട്ടോ, നമ്മൾ വെച്ച് പിടിപ്പിക്കുന്ന മറ്റേ പെട്ടെന്നുണ്ടാവുന്ന മാവുണ്ടല്ലോ, അതുപോലത്തെ മൂവാണ്ടൻ മാങ്ങയാണ്. പെട്ടെന്ന് ഉണ്ടായി എന്ന് പറഞ്ഞാൽ നട്ടിട്ട് 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും കൊല്ല കുത്തി മാങ്ങ ഉണ്ടായി. ഞാനത് വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ലൈവിൽ വരുമ്പോൾ ഞാൻ ഒരു ദിവസം പറമ്പിൽ പോകുമ്പോൾ ഞാൻ മാങ്ങയുടെ പറമ്പും മാങ്ങയെല്ലാം കാണിച്ചു തരാം കേട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അത് ഞാനിത് മുറിച്ച് അതിട്ടിട്ടുണ്ട്. അതിട്ടൊന്ന് പുളിയൊന്ന് ഇളകി കറിയൊന്ന് വറ്റി വരട്ടെ. കറിയൊന്ന് വറ്റി വരുമ്പോഴാണ് നമ്മുടെ അടിപൊളിയായിട്ടുള്ള മീൻ, നന്നാക്കി വെച്ചിരിക്കുന്ന മീൻ അതിലേക്ക് ഇടുന്നത് കേട്ടോ. മീൻ ഏതാണ് ഞാൻ എടുത്തേക്കുന്നത്? പൂമീനാണ് എടുത്തേക്കുന്നത്. ഇന്ന് പൂമീനാണ്. അതിന് ഇച്ചിരി മുള്ള് ശകലമായിട്ട് ദശയ്ക്കകത്ത് മുള്ളുണ്ട്. പക്ഷേ ഇത് വലിയ മീനായതുകൊണ്ട് അത്ര മുള്ളൊന്നുമില്ല കേട്ടോ. അടിപൊളിയാണ്, നല്ല മീനാണ് ഇത്. ഞാനിന്ന് കറി വയ്ക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇറച്ചിയും ചിക്കനും ഒക്കെ തിന്ന് മടുത്തില്ലേ, റമദാനല്ലേ.
അതുകൊണ്ട് നമുക്ക് മീൻ കറിയിലേക്ക് കിടക്കാം. ഇന്ന് മീൻ കറിയും ചോറും കഴിക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റ് ആയിരിക്കുമല്ലോ. ഈ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമാണ് മീൻ കറിയും ചോറും. അപ്പോൾ നമുക്ക് അതാണ് ഇന്ന് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മീൻ കറിയൊക്കെ നല്ലോണം തിളച്ച് വറ്റി കുറുകിയൊക്കെ വരുന്നുണ്ട്. മീനൊക്കെ അതിലേക്ക് പെറുക്കിയിട്ടു. മീനൊക്കെ പെറുക്കിയിട്ട് മീനൊക്കെ തിളച്ച് വരുന്നു. നല്ലോണം വറ്റി വരുമ്പോഴത്തേക്ക് കറിക്ക് ഇങ്ങനെ നല്ല മണം കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ മണം ഇങ്ങനെ വരും അല്ലേ? മണം വരും. നല്ലപോലെ ഇതിൽ ശ്രദ്ധിച്ച് ഇൻവോൾവഡ് ആയില്ല നിങ്ങൾക്ക് അതിൻ്റെ മണം ശരിക്കും മൂക്കിലേക്ക് വരും കേട്ടോ. ഇൻഷാ അല്ലാഹ് മൂക്കിൽ വരുന്ന മണം നിങ്ങൾ എങ്ങനെയാണെന്ന് ശ്രമിച്ചിട്ട് നിങ്ങൾ എന്നെ അറിയിക്കണേ. നല്ല മണമാണോ നല്ല ടേസ്റ്റാണോ എന്നൊക്കെ. ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതേപോലെ ടേസ്റ്റിൽ നമുക്ക് മീൻ കറി കൂട്ടാൻ കഴിയും കേട്ടോ. അപ്പോൾ നല്ല മണമായിരുന്നു. നല്ല മണം എന്ന് പറഞ്ഞാൽ മാങ്ങയൊക്കെ ഇട്ട് വന്നിട്ടൊരു മീൻ കറിയുടെ മണമുണ്ടല്ലോ. പണ്ടൊക്കെ നമ്മുടെ ഉമ്മമാരൊക്കെ വെക്കുന്ന ആ കറിയുടെ ടേസ്റ്റാട്ടോ. അത് മാങ്ങയുടെ പച്ച മാങ്ങയൊക്കെ ആയിട്ടായിരിക്കും. അതുപോലെ ഇതുപോലെ നിങ്ങളൊന്ന് മീൻ കറി ഉണ്ടാക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. തിളച്ച് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. പുളിയൊക്കെ ആവശ്യത്തിന് പുളിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. വേപ്പില അരച്ചിട്ടുണ്ടായിരുന്നു. അരപ്പിനകത്തിട്ട് പിന്നെ വേപ്പില അതിനകത്ത് ഇടുകയും ചെയ്തു. ഞാനിപ്പോൾ കറിക്കാണെങ്കിൽ ഞാൻ 2 തണ്ട് വേപ്പില ഇട്ട് അരയ്ക്കാറുണ്ട് കേട്ടോ. ഏത് പച്ചക്കറി വെക്കുവാണെങ്കിലും അതിനകത്ത് അരച്ച് ഞാൻ വേപ്പില ചേർക്കാറുണ്ട്. അത് നമുക്ക് ഹെൽത്തിയാണ് കേട്ടോ. അത് മാത്രമല്ല നമ്മുടെ കുടലിനകത്തുള്ള എല്ലാ രോഗങ്ങൾക്കും ഈ വേപ്പില നല്ല വേപ്പില ആയിരിക്കണം കേട്ടോ. അണുബാധയൊന്നും ഇല്ലാത്ത നല്ല വേപ്പില ആയിരിക്കണം. കറിയൊക്കെ സൂപ്പർ. ഇനി ചോറ് മാത്രം വിളമ്പിയാൽ മതി. അടിപൊളി ടേസ്റ്റായിട്ട് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, സൂപ്പറായിട്ടുണ്ട്. എങ്ങനെയുണ്ട് കറി? ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. പിന്നെ ആ ഓൾ ബട്ടൺ ഒന്ന് അമർത്തിക്കോട്ടെ. ഞാൻ ഇടുന്ന ഇതുപോലുള്ളൊരു കൊച്ചു വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടും. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഞാൻ വീഡിയോ ഇടുന്നത്. മീൻ വറുത്തതും കൂടി കൂട്ടി നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.